ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് റെസിപ്പി അല്ല. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകൾക്കും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. അപ്പോൾ ഈ മുടികൊഴിച്ചിലും താരനുമൊക്കെ അകറ്റാനായിട്ട് നല്ലൊരു കാച്ചിയ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ കാച്ചാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ അളവിലെടുക്കുക. പിന്നെ കുറച്ച് ചെമ്പരത്തി ഇല, കറിവേപ്പില, 4-5 ചെമ്പരത്തി, നെല്ലിക്ക ഒരു 5-6 എടുക്കാം. പിന്നെ സവാളയുടെ തൊലി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇല കിട്ടാത്തത് കൊണ്ട് ഞാൻ മൈലാഞ്ചി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തുളസി ഇല കിട്ടുകയാണെങ്കിൽ അതും കൂടെ എടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത പേസ്റ്റ് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഒരു ബ്ലാക്ക് കളറായി വരും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഡാർക്കായിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലാക്ക് കളർ ആവണം. ഇതിപ്പോൾ ഒരു ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് ഒന്നുകിൽ ഇതുപോലത്തെ കോട്ടൺ തുണി എടുത്തിട്ട് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ കാച്ചിയ എണ്ണ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. മുടി നന്നായി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെർബൽ ഓയിലാണ് ഇത്. ഇനി ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.